മറ്റും അല്ലെങ്കിൽ വിവിധ കർഷകർക്കൊക്കെ നെൽവിത്ത് എത്തിച്ചു നൽകുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരിതം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെമ്പക്കുളം മറ്റ് അടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായ മടവീഴ്ചയെ തുടർന്നാണ് ഈ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പാടശേഖരത്തിലും വെള്ളം കയറിയിരിക്കുന്നത്. എന്തായാലും ജില്ലയിലാകെ ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം 77 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 8000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെമ്പക്കുളം, രാമങ്കരി, മുട്ടാർ, വെളിയനാട്, കാവാലം അടക്കമുള്ള വിവിധ പഞ്ചായത്തുകൾ, വിയപുരം അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കായംകുളത്തും പത്തിയൂർ അടക്കമുള്ള മേഖലകളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. പലരെയും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയായ തിരുവല്ല ഉൾപ്പെടുന്ന അടുത്ത ജില്ലയാണ്. എങ്കിൽ കൂടിയും ആലപ്പുഴ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാടൻ മേഖല. നിരണം, കടപ്ര, പെരിങ്ങര തുടങ്ങിയ മേഖലകളിലൊക്കെയും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴ കുറഞ്ഞു എന്ന് അറിയാൻ കഴിയുന്നുണ്ടെങ്കിലും അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ വരവിൽ കാര്യമായ കുറവില്ല. പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ ജലം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഏറ്റവും പ്രതിസന്ധിയായിരുന്നത് ചെങ്ങന്നൂരിലായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ചെങ്ങന്നൂർ താലൂക്കിലാണ്. ചെങ്ങന്നൂർ താലൂക്കിൽ 26 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മഴയൊന്ന് മാറിയാൽ, ഇന്ന് പൂർണ്ണമായും മാറിയാൽ കുറച്ചാളുകൾക്കെങ്കിലും വീടുകളിലേക്ക് മടങ്ങിപ്പോകാനും ശുചീകരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ കഴിയുമെന്നൊക്കെയായിരുന്നു ഇന്നലെ അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിലെ ആളുകളൊക്കെയും സാധാരണഗതിയിൽ വെള്ളം ഉയർന്നാൽ പോലും വീടുകളിൽ കഴിയുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ ക്രമാതീതമായി വെള്ളത്തിന്റെ വരവ് ഉയർന്നതോട് പലരും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി. അതോടൊപ്പം ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പരിമിതിയുണ്ട്. കാരണം പല സ്കൂളുകളും വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ നഗരത്തിലുള്ള തിരുവമ്പാടി സ്കൂളിലേക്കും ചങ്ങനാശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുമാണ് ആളുകളെ കൂടുതലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. മുട്ടാറിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ധാരാളം ആളുകളെ കൊണ്ടുപോയിരുന്നു. കൂടാതെ മറ്റൊരു പ്രതിസന്ധിയായിരിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ മാലിന്യം അടിഞ്ഞുകൂടിയതിന്റെ റിപ്പോർട്ട് നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. പൂർണ്ണമായും ആ മാലിന്യം ഇതുവരെയും നീക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് അതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ഇറിഗേഷൻ വകുപ്പിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു താൽക്കാലിക നടപ്പാതത്തിലാണ് ഇങ്ങനെ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഇന്ന് പകലും ഈ നിലയ്ക്ക് മഴ തുടരുകയാണെങ്കിൽ ആശങ്ക ഇനിയും ഉയരും. ഇന്നലെ രാത്രി മഴ അല്പം മാറി നിന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും രാവിലെ മുതൽ തന്നെ മഴ പെയ്യുകയാണ്. ഏക ആശ്വാസം ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ ഇപ്പോൾ KSRTC സർവീസ് നടത്തുന്നുണ്ട്. നമുക്കറിയാം വലിയ പ്രഖ്യാപനമായി പുനരുദ്ധരിച്ചതാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. പക്ഷേ ആ റോഡിന്റെ പലയിടത്തും കോടികൾ മുടക്കി നിർമ്മിച്ച റോഡിന്റെ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ KSRTC മാത്രം ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയില്ല. കിടങ്ങറ, അതോടൊപ്പം തന്നെ ഒന്നാംകര അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെയും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഒട്ടും ആശ്വസിക്കാവുന്ന സാഹചര്യമല്ല ഇന്ന് രാവിലെ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഓരോ മണിക്കൂറുകളും നെടുവീർപ്പിടോടെ അല്ല പ്രാർത്ഥനയോടെ ആളുകൾ കഴിച്ചുകൂട്ടുകയാണ്. ഇന്ന് പൂർണ്ണമായും മഴ മാറി നിൽക്കുകയോ അല്ലെ ദിവസങ്ങളോളം മഴ മാറി നിൽക്കുകയോ ചെയ്താൽ മാത്രമേ ഒരു ആശ്വാസത്തിന് വകയുള്ളൂ. കൂടാതെ പമ്പ, അച്ചൻകോവിൽ ആറുകളിലെ ജലനിരപ്പ് താഴുകയും വേണം. എന്തായാലും ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയും നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തീരദേശവാസികൾ ഉള്ളൊരു ജില്ല കൂടിയാണ്. തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ, ആറാട്ടുപുഴ മേഖലകളിലൊക്കെയും കടൽക്ഷോഭത്തിന്റെ പ്രതിസന്ധികളും രൂക്ഷമായിട്ടുണ്ട്. ഇന്നലെ കക്ക വാരാൻ പോയപ്പോൾ കാണാതായ ആളിനായുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ 2 മരണങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം മഴ നിർത്താതെ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മഴ മാറി നിന്നത് മാത്രമാണ് ജില്ലയ്ക്ക് ഏക ആശ്വാസമുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ മഴ രാവിലെ മുതൽ ശക്തമായി തന്നെ ഇടവിട്ട് പെയ്യുന്നുണ്ട്.